ടിനി ചേട്ടൻ ഒരു ദിവസം എന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതാണ് ടിനി ചേട്ടനോട് ഈ വൈരാഗ്യം. അവിടെ വന്ന് മറ്റേ കൈ പരദൂഷണം. വെറുതെ അല്ല ലെവനെ പരദൂഷണം എന്ന് പറയുന്നത്. ഇതാരും ചോദിച്ചിട്ടില്ല. ഇത് ചോദിച്ചെത്തിയത് ടിനിച്ചേട്ടൻ. ലക്ഷ്മി അവിടെ ഈ കന്യാകുമാരി പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം അൻസിബയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ചേട്ടാ, എനിക്ക് എന്റെ അങ്ങനെ ഒരു സംഭവമേ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ടിനി ചേട്ടൻ ഉടനെ പറഞ്ഞു, ഓ ലക്ഷ്മിയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ അടയും ചക്കരയല്ലേ, നിങ്ങൾ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്തൊക്കെ ഒരു കാര്യം ഈ ലോകത്ത് അന്വേഷിക്കാനുണ്ട്. ഇയാൾക്ക് ഇതറിയാൻ വേണ്ടിട്ട് ലക്ഷ്മിപ്രിയനെ വിളിക്കണം. അൻസിബ കന്യാകുമാരി പോയിട്ടുണ്ടോ നട്ടപ്പായിരിക്കും വിളിച്ചു. അടക്കം ധാരാളം പേര് ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. സത്യത്തില് ലക്ഷ്മിപ്രിയ മദ്യപിക്കാറുണ്ടോ? വിചാരിക്കുന്ന അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബില്ലും ആ സ്ഥലവും ഡീറ്റെയിൽസും എല്ലാം എന്റെ ഈ ഫോണിലുണ്ട്. മറ്റേ സത്യം പറഞ്ഞ അൻസിബ വിചാരിക്കണ്ടാവും ഏത് നേരത്താണ് ഇതിനെയും കൊണ്ടുപോയത്. ഞങ്ങളെല്ലാം ഫാമിലി ആയിട്ട് ചിരിച്ചും കളിച്ചും ഇരുന്ന് പോകുന്നൊരു സ്ഥലമാണ്. അവിടെ പോയതിനാണ് അത് പൂട്ടിയും പോയി കേട്ടോ. ആ സ്ഥാപനമേ പൂട്ടി പോയി. എന്നിട്ട് പിന്നെ അതിപ്പോ വേറൊരു റെസ്റ്റോ ബാറായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തു. അത് പൂട്ടിച്ചു. ആ കവിത അവിടെ ചെന്നിട്ട് കണ്ടോ നിന്റെ കണ്ണിൽ പറഞ്ഞ കവിതയും പാടി ആ റെസ്റ്റോ ബാറും പൊട്ടിച്ചു. അങ്ങനെ സാവിത്രി ബാർ ഹോട്ടലിലാണ് പിന്നീട് ഇവര് താമസിക്കുന്നത്. പിറ്റേ സ്കെഡ്യൂള് താമസിക്കുന്നത്. ഞാൻ അവിടെ താമസിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അവിടെയും വെളുപ്പിനെ 4 മണി 5 മണി ആയ സമയത്ത് ഇതേ പറയുന്ന മിഥിലാജ് അവിടെ വരികയും ഇതേ ID പ്രൂഫ് ചോദിക്കുകയും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയും. ഇതേ പ്രശ്നം അവിടെയുണ്ട്. മലർത്തുന്ന പോലെ അല്ല. സെപ്റ്റംബർ 13-ാം തീയതി ബ്ലൻഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോ ബാറിൽ ഈ പറയുന്ന അൻസിബ ഹസൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നോൺ വെജ് കഴിക്കില്ല, അരിഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കാതിരിക്കണ സർവ്വ 3 ദിവസം ഒറ്റയ്ക്ക് റൂമിൽ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞപ്പം എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചില്ലറ എല്ലാം കൂടെ പെറുക്കി 3000 രൂപയോളം ഞാൻ ആ കൊച്ചിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ലല്ലോ ഇദ്ദേഹം വരുമെന്നും ഇവർ കന്യാകുമാരി പോകുന്നൊന്നും എനിക്കറിയില്ല. നമസ്കാരം കുട്ടികളെ. ചിരി വരാതിരിക്കോ, ക്ഷമിക്കൂ. വളരെ ഗൗരവകരമായിട്ട് നമ്മളെ ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് തുടങ്ങണതിന് മുന്നേ തന്നെ ചിരി വരികയാണ്. ഭഗവാനെ, അയ്യോ, ആത്മസംയമനം പാലിക്കുവാൻ സഹായിക്കണമേ. ഞാൻ ഈ എന്താ പറയുക, ഗുഡ് മോർണിംഗ് കുട്ടികളെ, നമസ്കാരം കുട്ടികളെ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അയ്യോ, പുതിയ ചില കാര്യങ്ങൾ കളികൾ കാണാനും കാണിക്കാനും അത് പഠിപ്പിക്കാനും നമ്മുടെ റാസൽ ഖൈമ കാന്താരി യൂണിവേഴ്സിറ്റി പ്രൊഫസർ ലക്ഷ്മിപ്രിയ 2ാം ഭാഗം വന്നിട്ടുണ്ട്. ക്യാൻ ചാനൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ 2ാം ഭാഗം വന്നിട്ടുണ്ട്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവതാരകൻ്റെ മൈക്ക് വർക്ക് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം വെച്ചാൽ നിങ്ങളെ ഇൻ്റർവ്യൂ എത്ര പേര് കണ്ടുവരാൻ അറിയില്ല. ഇയാൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, സുരേഷ് തെറ്റ പേരൊന്ന്, പുള്ളി വളരെ ഗൗരവകരമായിട്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തും നമ്മുടെ ലക്ഷ്മിക്കുട്ടിയമ്മ അപ്പോൾ മറ്റേ കള്ളു വാങ്ങിക്കൊടുത്തതിന് ബില്ലടച്ച കഥയും ഹോട്ടലിൽ വെച്ച് പിടിച്ചപ്പോൾ CCTVയും ഇത് മാത്രമേ പറയുന്നുള്ളൂ. പാവത്തിൻ്റെ സമനിലയൊക്കെ തെറ്റിയൊരു ആ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പോർഷൻസ് ഇതൊക്കെയാണ്. അൻസിബയുടെ കള്ളുകുടി, പിന്നെ EMയുടെ ബില്ലടക്കൽ, പിന്നെ വീണ്ടും മറ്റൊരു ഹോട്ടലിൽ ഇതുപോലെ പിടിക്കുന്നു, അവിടെ മറ്റേ ചങ്ങായി കയറി വരുന്നു, താമസിക്കുന്നു, അവിടെ കയറി വരുമ്പോൾ അവർ വിവരം അറിയിക്കുന്നത് ആരെ അറിയോ? EMനെയാണ് വിവരം അറിയിക്കുന്നത്. നമ്മളെ ഹെഡ് മിസ്ട്രസ് രക്ഷിതാവിനെ വിവരം അറിയിക്കുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മക്കളെ, ഞാൻ തമാശ കുട്ടികളെ, ഞാൻ നിങ്ങൾ ശരിയല്ല കേട്ടോ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നീചന്മാരായ വ്യക്തികളാണെന്ന് ഞാൻ പറയുള്ളൂ. സീരിയസ് ആയിട്ട് ഞാൻ തമാശ പറയും. എൻ്റെ മുഖത്തൊക്കെ ഞാൻ തമാശ പറയാൻ തോന്നുന്നുണ്ടോ? വളരെ നീചരാണ് നിങ്ങൾ. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നീചന്മാരാണ്. അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പറയും. അത് എന്താ കാര്യം വെച്ചാൽ, ചേടാ ഒരു സ്ത്രീ അത് മദ്യപിക്കണം തോന്നുകയാണെങ്കിൽ അതിന് സ്വയം മദ്യപിക്കില്ല, അതിനെ കൊണ്ടുപോയി അതിന് വേണ്ടത് വാങ്ങിക്കൊടുക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ആ ബില്ലടക്കേണ്ട ഒരു അവസ്ഥ മനുഷ്യന് വരിക. പിന്നെ ഓരോ സ്ഥലത്ത് റൂം എടുക്കുന്ന സ്ഥലത്തും അവിടെയൊക്കെ മറ്റേ ചങ്ങായി, ആ മിഥിലാജ് പറഞ്ഞ ചങ്ങായി താടി മീശി വെച്ച് വരിക, മാസ്ക് വെച്ചിട്ട് അങ്ങനെയൊക്കെ വരിക. അവിടെ ചെന്ന് ഇവർ ആധാർ കാർഡ് കാണിച്ചു കൊടുക്കാതിരിക്കുക. ആ സമയത്തും ഇവർ പിന്നെ വിളിച്ചു പറയുന്നത് ഈ ഒരു രക്ഷിതാവിനെയാണ്. പൈസ ഇല്ല പറഞ്ഞാൽ 50,000 രൂപ കൊടുത്ത് സഹായിക്കുക. പിന്നെ മക്കൾക്ക് ചോക്ലേറ്റ് വാങ്ങാൻ പോലും കാശില്ലാത്ത രീതിയിൽ ഒന്ന് ചില്ലറ മുഴുവൻ നുള്ളി പെറുക്കി കൊടുക്കുക. എന്നിട്ടും അവസാനം ചീത്തപ്പേര് ലക്ഷ്മിപ്രിയയ്ക്കോ? ഇത് എന്ത് ലോകാണിത്? എന്തൊരു ലോകമാണ്. ഞാൻ സത്യം പറഞ്ഞത് കലിയുഗോ
കലികാല വൈഭവമാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഞാൻ സത്യം പറയല്ല, ഞാൻ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഈ ഒരു ആയുസ്സിൽ ഞാൻ കേട്ടിട്ടില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ വളരെ നീചന്മാരാണ് കേട്ടോ. പക്ഷെ എന്തൊരു കഷ്ടം, എന്തൊക്കെയാണ് ഈ യൂട്യൂബേഴ്സ് ലക്ഷ്മിപ്രിയനെ പറയുന്നതെന്നറിയോ? എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ചങ്ക് പറിച്ച് തന്നാൽ പോലും നിങ്ങൾ അപ്പം പറയാ മറ്റേ പോവാണെന്ന്. ഏത് പൂവ് അറിയോ? മുരുക്കും പൂവ്. മുരുക്കും പൂവ് മറ്റേ പൂവില്ലേ, ചെമ്പരത്തിപ്പൂവ്. ഇതിലേറെ ഇനി ഒരു മനുഷ്യൻ ലാലേട്ടൻ പറഞ്ഞാൽ ഞാൻ ഇനി പാതാളത്തോളം താഴാം, അത് കഴിഞ്ഞും താണാ ചവിട്ടി തെച്ച് എന്താ ചെയ്യുക? ഷോ എനിക്ക് ഈ ക്യാൻ ചാനൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലുള്ള ഇൻ്റർവ്യൂ, ലക്ഷ്മിപ്രിയയുടെ ഇൻ്റർവ്യൂ കണ്ടിട്ട് മാനസുരുകി. മക്കളെ ഞാൻ ഇല്ലാണ്ടേ ഈ ഇരിക്കുന്ന ഞാൻ തന്നെയാണോ എന്നൊക്കെ സംശയമുണ്ട്. നിങ്ങൾ എത്ര പേര് ഇൻ്റർവ്യൂ കണ്ടു? പാവട്ടോ, ഒരുപാട് അൻസിബനെ സഹായിച്ചിട്ടുണ്ട്. ആരും പറഞ്ഞില്ല, മറ്റേ നെടുപടി കൊണ്ട് പറഞ്ഞാൽ ഒരാളും പറഞ്ഞില്ല നിങ്ങളൊന്ന് എന്തൊന്ന് നാക്കുപഴയാണല്ലോ ഭഗവാനെ. ലക്ഷ്മിപ്രിയ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ഉണർന്നേനെ. ഈ അൻസിബയുടെ ഇരട്ടത്താപ്പ്, അൻസിബയുടെ ഡബിൾ മുഖം നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കിയേനെ. അപ്പം നമുക്ക് നേരെ ഇൻ്റർവ്യൂവിലേക്ക് കിടക്കാം അല്ലേ? ക്യാൻ ചാനൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിലുള്ള ഇൻ്റർവ്യൂ നിങ്ങൾ ഫുള്ള് പോയി കാണാം കേട്ടോ. അതിൻ്റെ ഒരു പോർഷൻ ഞാനിവിടെ വെക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷ്മിപ്രിയ പറയാനുള്ളത്? ഒരുപാട് ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളാണ് വന്ന് പറയുന്നത്. തൊട്ടടുത്ത് മയിൽപ്പീലിയും പുറകിലൊരു ഗിറ്റാറൊക്കെ വെച്ച് കാർക്കൂന്തൽ തഴുകിക്കൊണ്ട് ആ പച്ച കുപ്പായിട്ടിട്ട് എത്രത്തോളം നിഷ്കളങ്കതയോടുകൂടി വന്ന് പറയുന്ന കാര്യങ്ങൾ ഇവിടുത്തെ അണ്ടനടകോടൻ യൂട്യൂബർമാർക്ക് ഒരു തമാശയാണ്. നമ്മൾ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിനൊരു തമാശയൊക്കെ എടുക്കുക പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് എന്ന് മറ്റേ രാഹുൽ ദ്രാവിഡ് പറഞ്ഞാൽ അവസാനം എല്ലാവരും വന്നാട്ടി, അവസാനം ഭാഗ്യലക്ഷ്മി ചേച്ചി വരെ വന്നാട്ടി. കേൾക്കാം എന്താണ് പറയാനുള്ളത് നോക്കാം. പിന്നെ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്യുക. കാരണം നിങ്ങൾ അത്രയും നീചന്മാരാണ്. ലക്ഷ്മിപ്രിയയെ അംഗീകരിക്കാത്ത, അവരെ റെസ്പെക്റ്റ് ചെയ്യാത്ത, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാത്ത ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ അത്ര മോശം. നിങ്ങൾ ആ പാവം തീർക്കാനെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്യും. 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പം എന്നെ ഒന്നൊരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാമോന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നു, മൂളണം, നിങ്ങൾ മൂളിയോ ഓക്കെ നോക്കുമ്പോ ഓക്കെ. ബാക്കി ഈ ഡിസംബറിൽ വീണ്ടും ഈ പടം റീസ്കെഡ്യൂൾ ആവുക. ആ സമയത്ത് ഇതേ പറയുന്ന മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തി അന്നേരം ഞങ്ങൾക്ക് അവിടെ ഹോട്ടലിൽ, അതാണ് ആ പ്രശ്നം എന്ന് പറഞ്ഞത്. മിഥിലാജ് നിനക്ക് വീടും കൂടിയൊന്നുമില്ല, നീ എന്തിനാണ് ഈ ഹൻസിബയെ പുറകെ നടന്ന് എല്ലാ ഹോട്ടലുകളിലേക്കും പോകുന്നത്? നിനക്ക് വീടൊന്നുമില്ലേ? അങ്ങനെ ചോദിക്കുക കുമാരേട്ടാ അല്ലേ? ലക്ഷ്മിപ്രിയ മാഡത്തിനും ജാഫർ ഇടുക്കി സാറിനും ആണെങ്കിൽ ഇവിടെ റൂം തരാം, വേറെ ഒരു ലക്ഷ്മിപ്രിയ മാഡത്തിനും ജാഫർ ഇടുക്കി സാറിനും. ഓ മൈ ഗോഡ്. അടുത്ത വിറ്റ്നസ് PW2 ജാഫർ ഇടുക്കി. ശരി, ഇവിടെ റൂം എടുക്കാൻ പാടില്ല. അതെ, റൂം തരില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വളരെ റീസണബിൾ ആയിട്ട് അവിടെ റൂം കിട്ടിയിരുന്ന, അവർ പ്രൊഡക്ഷന് നഷ്ടം ഉണ്ടായി ശരിക്കും പറഞ്ഞ ഈ കുട്ടി കാരണം. അപ്പൊ പറഞ്ഞു ഇവിടെ അൻസിബ് ഇത്രയും ദ്രോഹം ചെയ്ത വ്യക്തിയാന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഐ നെവർ തോട്ട്. ആൾക്കാർക്കാണെങ്കിൽ റൂം തരാം, ഇല്ലാത്ത വേറെ ഒരു മനുഷ്യർക്കും റൂം തരില്ല എന്ന് പറഞ്ഞിട്ട് പലരും പല സ്ഥലത്താണ് പിന്നീട് താമസിച്ചത്. അത് ചേട്ടനറിയാലോ, ഈ ആറ്റിങ്ങല്, ചിറയൻകീട് എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരുപാട് ഹോട്ടൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഒരു മീഡിയം റേഞ്ച് ഒക്കെ ഉള്ളൂ. അങ്ങനെ സാവിത്രി ബാർ ഹോട്ടലിലാണ് പിന്നീട് ഇവർ താമസിക്കുന്നത്, പിറ്റേ സ്കെഡ്യൂള് താമസിക്കുന്നത്. ഞാൻ അവിടെ താമസിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അവിടെയും വെളുപ്പിനെ 4 മണി 5 മണി ആയ സമയത്ത് ഇതേ പറയുന്ന മിഥിലാജ് അവിടെ വരികയും ഇതേ ID പ്രൂഫ് ചോദിക്കുകയും അവിടെ സ്റ്റേ ചെയ്യും. ഇവന് വല്ല മാനസിക പ്രശ്നങ്ങളുണ്ടോ? എവിടെ നിന്ന് ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ അവൻ രാവിലെ പുലർച്ചെ 4 മണിയാകുമ്പോൾ എത്തുക, അതും ID പ്രൂഫ് ഇല്ലാതെ വരിക, അവർ ചോദിക്കുന്ന മുമ്പ് കൊടുക്കാത്തൊരു സിറ്റുവേഷൻ വരിക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ. ഈ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ എന്ന സിനിമയിൽ ജയറാമേട്ടൻ തലണ്ണയും കൊണ്ട് നീച്ചടക്കണ പോലെയൊക്കെയാണോ സംശയമുണ്ട്? പറ്റില്ല എന്ന് അവർ പറയും. ഇതേ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്, അതിന്റെയും CCTV ഫൂട്ടേജസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ എല്ലാത്തിനും മനസ്സിലായി. മൂളനട്ടോ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരപ്പം മനസ്സിലായി പറയണം. കോടതി പോകുന്ന അൻസിബ, എല്ലാരെയും പ്രശ്നക്കാരാക്കുന്ന അൻസിബ, എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുന്ന അൻസിബ. ഇതൊന്നും ഞാൻ എന്റെ ചങ്ക് പൊട്ടിയിട്ടാണ്. സുരേഷ് ഏട്ടൻ പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് അവിടെ കള്ളത്തരം പറയേണ്ട കാര്യമില്ല. അതായത്
അതായത് ഉത്തമ ചങ്ക് പൊട്ടിയിട്ടാണ് ഈ പറയുന്നത്. ചങ്ക്, എൻ്റെ ചങ്ക് പൊട്ടി. കഴിഞ്ഞ ബിഗ് ബോസ് കണ്ടവർക്കറിയാം എൻ്റെ ചങ്ക് പൊട്ടി ലാലേറ്റ എന്ന് പറഞ്ഞത്. മറ്റേ എന്താ ഇവിടെ പേര്, ഗിസേലല്ലേ? ഇത് ബിഗ് ബോസുകാർക്ക് മാത്രം അറിയണ ലാംഗ്വേജ് ആട്ടോ. അതറിയണമെന്നുണ്ടെങ്കിൽ സെൻസ് വേണം, ബിഗ് ബോസ് കാണണം, സെൻസ് വേണം, സെൻസിബിലിറ്റി. മനസ്സിലാക്കുന്നത് ഈ ഡിസംബറിൽ ഞാൻ ഈ എമൗണ്ട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തുനിന്ന് സെപ്റ്റംബറിൽ വാങ്ങിച്ചതല്ലേ, ഡിസംബർ വരെ എനിക്ക് പൈസ തന്നിട്ടില്ലല്ലോ. എനിക്ക് കാശിന് ആവശ്യം വന്നൊരു സമയത്ത് ഞാൻ പൈസ തിരിച്ചു ചോദിച്ചു. ആ കുട്ടി അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് തിരിച്ചു തരുകയും ചെയ്തു കേട്ടോ. എൻ്റെ അടുത്ത് രേഖയുണ്ട്. ഭാഗ്യം. ഇല്ലെങ്കിൽ ഇപ്പൊ അതും പറഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് 2-3 എപ്പിസോഡും തള്ളി നിൽക്കായിരുന്നു. അതിന് തെളിവുണ്ട്. അപ്പോ ഞാൻ ഈ കാശ് ചോദിച്ചത് ഇവൾക്കൊരു വിഷമമായി കണ്ടേക്കാം. പിന്നെ ആയിരിക്കാം, ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. കടം വാങ്ങിച്ചുള്ള കാശ് തിരിച്ചു ചോദിക്കുമ്പോൾ തോന്നുന്ന ആ ഒരു വിഷമം. യെസ്, ചേച്ചിയുടെ അടുത്ത് 2 പ്രാവശ്യവും കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അവൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു കുട്ടിയാണ്, ജോയിന്റ് സെക്രട്ടറിയാണ്. അപ്പൊ ഈ 2 തവണയും കംപ്ലൈന്റ് വന്നപ്പോ ഇനി അവര് തമ്മിലൊക്കെ എല്ലാവരുമായിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇത് ഞാൻ ചെന്ന് പറഞ്ഞു എന്നതായിരിക്കാം ഒരു പക്ഷേ ഈ കുട്ടി വിചാരിച്ചിരിക്കുന്നത്. എന്നോട് ചോദിച്ചവരുടെ അടുത്ത് പോലും എനിക്ക് അങ്ങനെ ഒരു സംഭവം അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ക്യാമറയുടെ മുന്നിലാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത്. അപ്പോ ഈ പോലീസ് ഓഫീസർ ചോദിച്ചു, എവിടെ നമ്മുടെ ഹിൽ പാലസിൽ നിങ്ങൾ തമ്മിൽ മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞത് വേറൊരു വിഷയമുണ്ട്, പക്ഷെ അത് അവരുടെ പേഴ്സണൽ കാര്യമുണ്ട്, അത് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ്. പേഴ്സണൽ കാര്യം ഒരിക്കലും തുറന്നു പറയാൻ പാടില്ല. പ്രത്യേകിച്ച് അത് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ അവിടെ നിന്ന് ഒരിക്കലും പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ പാടില്ല. പേഴ്സണൽ കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്കതിനായി ചാനലുകളുണ്ട്. അതല്ല എൻ്റെ ഒരു ഇത്. മനസ്സിലായോ? അപ്പം ടിനി ചേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതാണ് ടിനി ചേട്ടനോട് ഈ വൈരാഗ്യം. അവിടെ വന്ന് മറ്റേ കൈ പരദൂഷണം. വെറുതെ അല്ല ലെവനെ പരദൂഷണം എന്ന് പറയുന്നത്. ഇതാരും ചോദിച്ചിട്ടില്ല. ഇത് ചോദിച്ചെത്തിയത് ടിനിച്ചേട്ടാ നിങ്ങൾ ഈ പരദൂഷണ പരിപാടി എടുക്കാൻ പോയിട്ടല്ലേ? അയ്യോ. അപ്പം ടിനി ചേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതാണ് ടിനി ചേട്ടനോട് ഈ വൈരാഗ്യം വരാൻ കാരണം. ടിനി ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി അവിടെ ഈ കന്യാകുമാരി പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം അൻസിബയ്ക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ചേട്ടാ, എനിക്ക് എൻ്റെ അങ്ങനെ ഒരു സംഭവമേ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ടിനി ചേട്ടൻ ഉടനെ പറഞ്ഞു, ഓ ലക്ഷ്മിയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ അടയും ചക്കരയല്ലേ, നിങ്ങൾ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചിരിക്കാതിരിക്കും? എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അയ്യോ, ഇങ്ങനെ പരദൂഷണമായിട്ട് നടക്കണോ? എന്നിട്ട് നമ്മളൊക്കെ ഓൺലൈനിൽ വന്നിരുന്ന് പരദൂഷണം പറയാതെ അവരൊക്കെ പറയുന്നത്. എന്തൊക്കെ ഒരു കാര്യം ഈ ലോകത്ത് അന്വേഷിക്കാനുണ്ട്. ഇയാൾക്ക് ഇതറിയാൻ വേണ്ടിയിട്ട് ലക്ഷ്മിപ്രിയനെ വിളിക്കണം. അൻസിബ കന്യാകുമാരി പോയിട്ടുണ്ടോ നട്ടപ്പാരിക്ക് വിളിച്ചു ചോദിക്കണേ. ഓ മൈ ഗോഡ്, ദിസ് പരദൂഷണം പീപ്പിൾ ഓഫ് അമ്മ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ അത് അവരുടെ സ്വകാര്യമായ കാര്യമാണ്. അതിൽ എനിക്ക് എന്താണ്? അവർ കന്യാകുമാരി പോയാൽ എനിക്ക് എന്താ, പോയില്ലെങ്കിൽ എനിക്ക് എന്താ? അതിൽ അപ്പൊ അതൊക്കെ ഇപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞതോ? അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നത്തിലാണ്. രസകരമായ സംഗതി വെച്ചാൽ അന്ന് ഇവര് 3 ദിവസം ഒറ്റയ്ക്ക് റൂമിൽ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞപ്പം എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചില്ലറ എല്ലാം കൂടെ പെറുക്കി 3000 രൂപയോളം ഞാൻ ആ കൊച്ചിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. ഫൈനാൻസിങ് ഇവിടേക്ക് ഈ എന്താ പറയുക, നന്ദിയില്ലായ്മയൊക്കെ ഹൻസിബ എവിടെ കൊണ്ടുപോയി കളയും? എപ്പോഴൊക്കെ കാശിന് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സുഹൃത്ത് നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, പൈസക്ക് ബുദ്ധിമുട്ടുമ്പോൾ പിടിക്കൂ കാശ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരുന്ന ഈ കുട്ടിയാണോ മുതലാളി 15 വർഷമായിട്ട്? ഇത്രയ്ക്ക് നിഷ്കളങ്കതയായിരുന്നു. 3000 രൂപയോളം ഞാൻ ആ കൊച്ചിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ലല്ലോ ഇദ്ദേഹം വരുമെന്നും ഇവർ കന്യാകുമാരി പോകുന്നൊന്നും എനിക്കറിയില്ല. 3000 രൂപയും കൊടുത്തിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോഴത്തേനും ഇവിടെ ഈ പേടിഎമ്മും ഇതൊന്നും വർക്ക് ചെയ്യില്ല. ഒരു ഹിന്ദിക്കാരൻ പയ്യന്റെ കടയിൽ ഒരു എന്റെ മകൾക്ക് ചോക്ലേറ്റ് മേടിക്കാൻ ഒരു ചില്ലറ പോലും എന്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ അന്നും ഉണ്ടായിരുന്നില്ല. മുഴുവൻ ചില്ലറ. കുട്ടികളുടെ ഒരു അവസ്ഥ ആലോചിച്ചോക്കെ. ആ കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാരണം ഇത്രയും നല്ലൊരു സുഹൃത്ത് ബന്ധം ആ കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ട്, മനസ്സിലായോ? അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതൊക്കെ ആയിരിക്കാം എന്നോടുള്ള വൈരാഗ്യത്തിന് കാരണം. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ അൻസിബയുടെ ഒരിക്കലും ദൈവം പൊറുക്കില്ല കേട്ടോ അൻസിബനോട്. യൂട്യൂബ് അടക്കം ധാരാളം പേര് ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. സത്യത്തിൽ ലക്ഷ്മിപ്രിയ മദ്യപിക്കാറുണ്ടോ? എന്ത് യൂട്യൂബേഴ്സ് കുറെ കാര്യങ്ങളാണ് മദ്യപിക്കുമെന്ന് വെച്ചാൽ മറുപടി കഥകളുണ്ട്. സത്യത്തിൽ ലക്ഷ്മിപ്രിയ മദ്യപിക്കാറുണ്ടോ? ഈ പറയുന്നവരൊക്കെ ഒരു തെളിവ് കൊണ്ടുവരട്ടെ, ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. പക്ഷേ
ആ നമ്മക്ക് ഇതാണ് ഞങ്ങളല്ല കേട്ടോ, വേറെ ആരൊക്കെ പറയാണ്. അയ്യോ, തെളിവ് കൊടുക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. പക്ഷേ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്ന അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബില്ലും ആ സ്ഥലവും ഡീറ്റെയിൽസും എല്ലാം എന്റെ ഈ ഫോണിലുണ്ട്. മറ്റേ ഇതാണ് ആ രേഖ. അങ്കരാടി ചോദിക്കുമ്പം കൈമലർത്തുന്ന പോലെ അല്ല. സെപ്റ്റംബർ 13 ബ്ലൻഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോ ബാറിൽ ഈ പറയുന്ന അൻസിബ ഹസൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നോൺ വെജ് കഴിക്കില്ല, അരിഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കാതിരിക്കണ. സർവോപരി അന്ന് എനിക്ക് പനി പിടിച്ചിട്ടിരിക്കുന്ന ഒരു സമയം. ആ കുട്ടിയോട് എനിക്ക് സത്യം പറഞ്ഞ അൻസിബയോട് അത്രയും ദേഷ്യം തോന്നുന്നുണ്ട്. കള്ള് കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, യാതൊരു ദുഷ്യമില്ല, നോൺ വെജ് കഴിക്കില്ല, പോരാത്തതിന് പനി പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ പാപമായിരിക്കും ഒരു പക്ഷെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. ഓ ഡയബോളിക്. സർവോപരി അന്ന് എനിക്ക് പനി പിടിച്ചിട്ടിരിക്കുന്ന ഒരു സമയം. ആ കുട്ടിയോട് വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അവര് ഭക്ഷണം കഴിച്ചതിന്റെയും അവര് കഴിച്ചതിന്റെയും ബില്ല് ഞാനാണ് പേ ചെയ്തത്. ഭക്ഷണം നിങ്ങൾക്കും നമുക്കൊക്കെ ഉണ്ടാവും ഓരോ സുഹൃത്തുക്കള് അല്ലേ, ഇതേമാതിരി ഭക്ഷണം കഴിച്ചാൽ മുങ്ങണവര് അല്ലേ. പനി പിടിച്ച് വിറച്ചിരിക്കുന്ന സമയത്ത് നോൺ വെജ് കഴിക്കാത്ത മദ്യപിക്കാത്ത ഒരു വ്യക്തി കൂടെ വന്ന് അതിന് ബില്ല് അടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കണം. ഭക്ഷണം കഴിക്കുകയല്ലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രമാണെങ്കിൽ ഈ നിരപരാധിയായ എന്നെ അവിടെ കൊണ്ടുപോയത് എന്ത് കാര്യത്തിനാണ്? ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത എന്നെ എന്തിനാണ് അവിടെ കൊണ്ടുപോയത്? എന്തിനാണ്? സത്യം പറഞ്ഞ അൻസിബ വിചാരിക്കണ്ടാവും ഏത് നേരത്താണ് ഇതിനെയും കൊണ്ടുപോയത്. സത്യമാണെങ്കിൽ കേട്ടോ, എൻ്റെ പൊന്ന് ഇതൊക്കെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അല്ലേ എന്ന് ചോദിക്കുന്നില്ല. ഇതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ്. നിങ്ങൾ പറയണം, നമ്മൾ കേൾക്കും. ആരും പോയിട്ടില്ലല്ലോ, അവിടെ തന്നെ അല്ലേ. അതെ അതെ. അവതാരകന് മൈക്കില്ലെങ്കിലും അയാൾ ചോദിക്കുന്നത് ഞാൻ കാതോർത്ത് കേട്ടെന്താ പറയുക, അയാൾ തന്നെ ചോദിക്കും ഇതൊക്കെ വളരെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അതെ, അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞത് മറ്റേ സുരാജർ അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എന്തിനു വന്ന് ചോദിച്ചാല് അതെ അല്ല അല്ല. പക്ഷെ ചിലരൊക്കെ ചെയ്യുമ്പോ അത് പിന്നെ എന്താ പറയാ, അത് ഭയങ്കര നിയമവിരുദ്ധമല്ലാത്തതും എന്നെ പോലത്തെ ആൾക്കാർ, ഇപ്പൊ ഞാൻ ചെയ്തു എന്നല്ല പറയുന്നത്, എന്നെ പോലത്തെ ആൾക്കാർ ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ ആയാൽ, അവിടെ പോയാൽ, അവിടെ കൂട്ടിരുന്നാൽ, ഞാൻ പോയിട്ടേ ഉള്ളൂ, കയ്യും കെട്ടി അവിടെ നോക്കി ഇരുന്നിട്ടേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോ അതൊക്കെ എന്താ പറയാ നിയമവിരുദ്ധവുമാകുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ അത് അങ്ങനെയാണ് കുട്ടിയെ. സമൂഹത്തിന് ഇന്നും ഒരു വേട്ടക്കാരന്റെ രൂപമാണ്. അതങ്ങനെയാണ്. ചില ആൾക്കാർക്ക് ജാതകദോഷം എന്നൊക്കെ പറയും. ചില ആൾക്കാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അങ്ങനെ പറയുള്ളൂ. എന്ത് ചെയ്യാം, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി മേലാൽ അങ്ങനത്തെ ആൾക്കാരെ കൂടെ പോവാതിരിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഏകദേശം എല്ലാവരും കൂടെ വിട്ടിട്ട് ഒറ്റപ്പെട്ട് വീട്ടിലിരിക്കുകയില്ലേ, ഇനിയിപ്പോൾ ഏതായാലും ചീത്തപ്പേരൊന്നും ഉണ്ടാവില്ല. പേഴ്സണൽ കാര്യങ്ങളല്ലേ. ഇതൊന്നും പറയാൻ അമ്മയിൽ ജൽബോർഡിൽ പറയാനായിട്ടുള്ള അവസരം ഉണ്ടായില്ലേ? ഞങ്ങളെ ആർക്കും കേൾക്കണ്ടായിരുന്നു. ഇതിനൊക്കെ അടക്കമുള്ള ഇപ്പൊ ഈ ഇത്രയൊക്കെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളിലായിട്ട് അമ്മയെ പറയാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ പറയണേ, നമ്മളെന്നും ആർക്കും വേണ്ടല്ലോ. മറ്റേ റീല് പറഞ്ഞാല് നമ്മളെന്നും കേൾക്കാൻ ആരും ഇല്ലല്ലോ. പോയതാണെങ്കിലും അതിന്റെ തെളിവ് സഹിതം എന്നെയാണല്ലോ ഈ ആരോപിക്കുന്ന മൊത്തം. അതിൽ ഞാൻ എന്ത് ചെയ്തു, മറ്റുള്ളവർ എന്തു ചെയ്തു എന്ന് തെളിയിക്കുന്ന തെളിവുകൾ സഹിതം ആ ബ്ലെൻഡിൽ ചെലവാക്കിയ ഇത് പേഴ്സണലായിട്ട് അത് മാത്രല്ല. ഇത് ബ്ലെൻഡിന്റെ കാര്യം ചോദിക്കുമ്പോൾ അയാൾ എന്തോ സീരിയസ് കാര്യം ചോദിക്കാൻ അവിടെ, അത് അങ്ങനെ പറയരുത് എന്നും പറഞ്ഞിട്ട് വീണ്ടും ബ്ലെൻഡ്. ഇത് പേഴ്സണലായിട്ട് ഈ ബ്ലെൻഡുകാർ ഇതിനെന്തെങ്കിലും പരസ്യം തരണം കേട്ടോ, ഇക്കും തരണേ. കാരണം ഞാനും നിങ്ങളെ റെസ്റ്റോറന്റിന്റെ ഒക്കെ പേര് 10 വട്ടം പേഴ്സണലായിട്ട് അത് മാത്രല്ല, ബ്ലെൻഡിലെ കാര്യമല്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഞങ്ങളുടെ സഹപ്രവർത്തകർക്കിടയിൽ തന്നെ എനിക്ക് ചീത്തപ്പേരുണ്ടായിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് പ്രൂവ് ചെയ്യണമല്ലോ. ഒരുപാട് പേര് ഇപ്പൊ ഏതായാലും പ്രൂവായി. ഭഗവാനെ, ഇപ്പൊ ഷാജി പാപ്പ കഴിഞ്ഞ പക്ഷെ ഇത്രയും ഗതി കെട്ടവൻ വേറെ ഉണ്ടാവാറില്ല. പ്രൂവ് ചെയ്യാൻ നടന്ന് ലാസ്റ്റ് വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി. അവരും കേട്ടു. ഇനി നാളെ ആരൊക്കെ എന്തൊക്കെ പറയോ. ഒരുപാട് എടുത്തു എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഈ ദുബായി പോയതുപോലെ ഞാൻ ബാറിന്റെ ഉദ്ഘാടനത്തിനായിരുന്നു പോയത്. എന്റെ കൂടെ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. ഞാനും ആ മോളും കൂടിയാണ് പോയത്. അവിടെ വളരെ മനോഹരമായിട്ട് വൈകുന്നേരത്ത് ഡിന്നർ. ഫസ്റ്റ് ഇത് റെസ്റ്റോ ബാർ എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇട്ടിട്ട് ഓടിയതാണ്, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ അതൊരു ഫാമിലി ആംബിയൻസ്. നമ്മളിപ്പോ മുല്ലപ്പന്തലിലൊക്കെ പോയി കഴിക്കുന്നില്ലേ ചേട്ടാ, ഇത് ആൾക്കാർ ഓർക്കുന്ന ഡാൻസ് ബാർ ആണെന്നാണ് ഓർക്കുന്നത്. ഡാൻസ് ബാർ അല്ല, ഇത് കുടുംബമായിട്ട് ആൾക്കാർ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ മദ്യം ആവശ്യമുള്ളവർ മദ്യപിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആ കുഞ്ഞു ഒരു പാട്ട് പാടി. എനിക്ക് അവളുടെ അത്രയും പോലും പാടാൻ അറിയാത്തതുകൊണ്ട് ഞാനൊരു കവിത ചൊല്ലി. ഇതാണ് സത്യം. അപ്പൊ ഞങ്ങൾ
ബാറിൽ കവിത ചൊല്ലി. അതാണ് പ്രശ്നം. അവിടുത്തെ കുടിയന്മാരുടെയൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നവരെ പ്രാക്കായിരിക്കും. അവിടെ പോയാൽ മറ്റേ പാട്ട് പാടിണ്ടാവും, കണ്ടോ നിന്റെ കണ്ണിലൊരു തുപ്ലോദയം പ്രക്ഷോഭണം എന്നൊക്കെ പറഞ്ഞില്ലേ ധർമ്മജൻ പറഞ്ഞാൽ. അപ്പൊ എന്റെ ചേച്ചിയുടെ ഭർത്താവ്, 23 വയസ്സുള്ള മകൻ, ആ ചേച്ചിയുടെ മറ്റു സുഹൃത്തുക്കള്, പിന്നെ പറഞ്ഞു വരുമ്പോ ഒരു വക്കീലുണ്ട്. ആ വക്കീൽ എന്ന് പറയുന്നത് എന്റെ ഒരു അമ്മാവനായിട്ട് വരും, എന്റെ റിലേറ്റീവ് ആണ്, എന്റെ ഉമ്മ. കുടുംബം മൊത്തം എന്തോ ഒരു കഷ്ടമാരെ. ഇതിനൊരു അന്ത്യല്ലേ. ഞാൻ വിചാരിച്ചു ചെയ്യുമ്പോ എല്ലാ സൈഡ് ഒരു ഉന്തുന്തോ, ഇത് കിടന്ന് ഉന്താണ് തള്ളു. പോട്ടെ. ആ ചേച്ചിയുടെ മറ്റു സുഹൃത്തുക്കള്, പിന്നെ പറഞ്ഞു വരുമ്പോ ഒരു വക്കീലുണ്ട്. ആ വക്കീൽ എന്ന് പറയുന്നത് എന്റെ ഒരു അമ്മാവനായിട്ട് വരും, എന്റെ റിലേറ്റീവ് ആണ്, എന്റെ ഉമ്മയുടെ അങ്കമാലിയിലെ അമ്മാവൻ പ്രധാനമന്ത്രി. ഭഗവാനെ, ഞാൻ എന്തിനാ ചിരിക്കും എനിക്കറിയില്ല. ഒരു ബ്രദറാണത്. പ്ലാമൂട്ടിൽ കുടുംബം എന്ന് പറഞ്ഞ പിള്ളേർ എന്റെ വീട്ടുകാരും പ്ലാമൂട്ടിൽ നിന്നാണ്. നമ്മളാണ് ഇത് എന്റെ അമ്മാവനാന്ന് ഞാൻ അറിയാം. അയ്യോ, ഞാൻ പറഞ്ഞു അപ്പൊ ഇവിടെ വന്നോണ്ട് എനിക്ക് എന്റെ അമ്മാവനെ കിട്ടിയല്ലോ, അത് കളഞ്ഞു. ബാറിൽ വെച്ച് ഇത് ഭയങ്കര അനുഭവം കേട്ടോ. അവരുടെ ജീവിതം ഭയങ്കര കിട്ടിയല്ലോ, അത് കളഞ്ഞു പോയ അമ്മാവനെ കിട്ടിയല്ലോ എന്നൊക്കെ പറയും. നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോ കണ്ടാണ്, ഓർമ്മയില്ല. അത് എന്റെ അമ്മയുടെ നേരെ ബ്രദറിനെ പോലെയാണ് ആ പുള്ളി കാണാനും ഇരിക്കുന്നത്. മനസ്സിലായി പാറിയാ സീനാറിച്ചേക്കും അമ്മാവാ വരുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാറിന്റെ ഉള്ളിൽ. അപ്പൊ അങ്ങനെ ഞങ്ങളെല്ലാം ഫാമിലി ആയിട്ട് ചിരിച്ചും കളിച്ചും ഇരുന്ന് പോകുന്നൊരു സ്ഥലമാണ്. അവിടെ പോയതിനാണ് അത് പൂട്ടിയും പോയി കേട്ടോ. ആ സ്ഥാപനമേ പൂട്ടി പോയി. എന്നിട്ട് പിന്നെ അതിപ്പോ വേറൊരു റെസ്റ്റോ ബാറായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തു. അയ്യോ, അത് പൂട്ടിച്ചു. ആ കവിത അവിടെ ചെന്നിട്ട് കണ്ടോ നിന്റെ കണ്ണിൽ പറഞ്ഞ കവിതയും പാടി ആ റെസ്റ്റോ ബാറും പൂട്ടിച്ചു. ഭഗവാനെ വയ്യ. ഇനിയും വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്റ്റീഫൻ ദേവസിക്ക് 14 ലക്ഷം രൂപ കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്കിനി വയ്യടോ, ഇനി വയ്യ. തന്നെ ഈ കിടപ്പ് കിടക്കണ കാണാൻ വയ്യ. പെരിങ്ങോടർ പറഞ്ഞാൽ, ലാലേട്ടനോട് പറഞ്ഞാൽ ഈ കോലത്തിൽ തന്നെ ഇനി കാണാൻ വയ്യ, ഇവിടെ അങ്ങോട്ട് വയ്യ, ഞാൻ നിർത്തി പോവാണ്, പോട്ടെ 2-ാം തീയതി വരാമെന്ന് പറഞ്ഞാൽ. ഇതിന്റെ 3ാം ഭാഗം ഉണ്ടാവോ എനിക്കറിയില്ല കേട്ടോ. ഇല്ലാന്നാ തോന്നുന്നത്. 2-ന് നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എഴുതൂ, പറയൂ. സത്യം പറഞ്ഞാൽ ലക്ഷ്മിപ്രിയ ഇത്രയും നന്മ ഉള്ളൊരു സ്ത്രീയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കണ്ണൊക്കെ തുടച്ചിട്ട് പറയട്ടെ, ഇത്രയും ഒരു നന്മമരല്ല, വളരെ നന്മ ഉള്ളൊരു സ്ത്രീയാണെന്ന് അറിഞ്ഞില്ല. മദ്യപിക്കാൻ കാശില്ലാത്ത അൻസിബയ്ക്ക് മദ്യപിക്കാൻ പൈസ കൊടുത്തു, പിന്നെ താമസിക്കാൻ മറ്റാൾക്ക് സ്ഥലം കൊടുത്തു, ആധാർ കാർഡ് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ഥലം കൊടുക്കുക, പിന്നെ കാതിലെ കടുക്കൻ ഒരു വിറ്റിട്ട് അത് മറ്റേ മമ്മൂക്കാൻ്റെ മറ്റേ കഥ പറയുമ്പോൾ സിനിമയത്ത് വരെ. എന്താണെങ്കിലും പണ്ട് ഞാൻ മറ്റതിൽ കണ്ടിട്ടുണ്ട്, കഥ പറയുമ്പോൾ നമ്മളെ ബാലൻ കടുക്കൻ ഊരി വെച്ചിട്ടുള്ള. അതിന് ശേഷം ഇങ്ങനെ ഒരു സുഹൃത്തിനെ കാണുന്നത് ഞാനിപ്പോഴാണ്. നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാം.